ദൃശ്യമായ കാഴ്ചകളിൽ നിന്ന് ഉൾക്കാഴ്ചയിലേക്കുള്ള സഞ്ചാരമാണ് ഓരോ യാത്രയും. റിക്ഷ വലിക്കുന്നവർ, പൂക്കൾ വിൽക്കുന്നവർ, തിരക്കിൽ പലവഴി ചിതറിപ്പോകുന്നവർ, മഹാനദി പോലെ ഒഴുകിപ്പരക്കുന്ന നഗരങ്ങൾ. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കോട്ടകളും മസ്ജിദുകളും, ഒരു സമൂഹത്തിൻ്റെ പ്രൗഢമായ ഇന്നലകളുടെ നിശബ്ദ സ്മാരകങ്ങൾ. ഒരിക്കൽ ഈ മണ്ണിൽ ജയിച്ചു നിന്നവരുടേതു മാത്രമല്ല, കാലപ്രവാഹത്തിൽ വീണുപോയവരുടേതു കൂടിയാണ് ചരിത്രം. ഇല്ലായ്മയുടെ കഥ പറയുന്ന ഗ്രാമങ്ങളിൽ ജീവിതത്തോട് പൊരുതി നിൽക്കുന്ന മനുഷ്യരെ കാണാം. വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയ അധ്വാനം ജീവിതത്തിൻ്റെ സായാഹ്നത്തിലും വിശ്രമമില്ലാതെ തുടരുന്നവരെ കാണാം. ഇല്ലായ്മകളിൽ പരിഭവമില്ലാതെ കഴിയുന്ന കുറേ നല്ല മനുഷ്യരെ കാണാം. വലിയ സ്വപ്നങ്ങൾ കാണാൻ ഭാഗ്യമില്ലാത്ത കുരുന്നുകളെ കാണാം. വിശപ്പിൻ്റെ വിളിയാളം കേൾക്കാം. പ്രതീക്ഷയുടെ പുലരികൾ തേടി യാത്ര മുന്നോട്ട്. देखिए, अपने बच्चों को कुछ पढ़ाना है, स्कूल में ज़रूर भेजना है और मदरसा में भी सिर्फ मदरसा नहीं है, मदरसा में ज़रूर भेजना है, साथ साथ ज़रूर इनको स्कूल में भी भेजना है. वो 10 क्लास के बाद BA करना है, उसके बाद MA करना है. एजुकेशन ज़रूर है. ഒരു ജനത ഉയർത്തെഴുന്നേൽക്കുകയാണ്. മനസ്സു കുളിർപ്പിക്കുന്ന ഈ കാഴ്ചകളിലൂടെ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോവാം. अभी तो कितने बच्चे इधर सुबह में आती है टोटल मिलकर 70 और शाम में 50-56 तो मिलजुल के 120 प्लस. माशाल्लाह. कितने साल के पहले शुरू हो गया मदरसा? ये 2016 में 16 में शुरू हो गया. हमारे प्यारा मुस्तफा नबी सल्लल्लाहु अलैहि, हमारे प्यारा मुस्तफा नबी सल्लल्लाहु अलैहि. यहाँ पर एक नया हमारे यहाँ से दारुल हुदा में 6-7 बच्चे हैं. बंगाल कैंपस दारुल हुदा. हबलुम मिन मसद. ഹുദവി പണ്ഡിത കൂട്ടായ്മ ഹാദിയ 2012 ആരംഭിച്ച ഒരു മഹായത്നത്തിൻ്റെ ഫലം ഉത്തരേന്ത്യയൊന്നാകെ വ്യാപിച്ചു കിടക്കുന്നു. উন্নত হচ্ছে, অনেকে কিছু পারতো না, সবাই শিখছে. বয়স হ্যাঁ, অনেক বেশি বয়স হবে, 60-65 বছর বয়সের মহিলারাও আছে. 20 സംസ്ഥാനങ്ങളിൽ 3186 മദ്രസകൾ, 1.5 ലക്ഷം വിദ്യാർത്ഥികൾ. അലിഫിൽ തുടങ്ങി ഖുർആൻ ഓതി പഠിക്കുന്ന പ്രായം ചെന്നവർ, ഗ്രാമങ്ങളിലെ സ്ട്രീറ്റ് സ്കൂളുകൾ. ബീഹാറിലെ കിഷൻഗഞ്ചിലെ ഖുർത്തുബ, ആസാമിലെ രാംപൂരിലെ ഓക്സ്ഫോർഡ് പബ്ലിക് സ്കൂൾ, അറിവൊരു സംസ്കാരമായി ഇവിടെ പരന്നൊഴുകുകയാണ്. ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാ, ഹാദിയയുടെ ദേശീയ പദ്ധതിയുടെ ഭാഗമായി മറ്റൊരു സ്വപ്നം ഈ പാടത്ത് പൂവണിയുകയാണ്. ഈ മണ്ണ് നോക്കിയാൽ അറിയാം, ഇവിടെ വിത്തിറക്കാൻ പറ്റില്ല. ഇവിടെയാണ് 5 കോടി രൂപ ചെലവഴിച്ച് ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി ഒരു സ്വപ്ന മന്ദിരം പണിയുന്നത്. ഒരു ഗ്രാമത്തിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് ഒരു വർഷത്തേക്ക് 50,000 രൂപയാണ് ചെലവ് വരുന്നത്. ഒരു മദ്രസ നടത്താൻ ഒരു വർഷത്തേക്ക് 20,000 രൂപ മതി. ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷത്തേക്ക് 500 മതി. സഹായിക്കാമോ? മനസ്സുകൊണ്ടെങ്കിലും ഈ യാത്രയിൽ നിങ്ങളും കൂടെ കൂടാമോ?